നമസ്കാരം. എൻ്റെ പേര് നിർമ്മലൻ അമനകര. ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഗീതാ പഠന ക്ലാസ്സുകൾ, യോഗ, ധ്യാന പരിശീലനം, കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഒക്കെ കേരളത്തിന് വെളിയിലുമായി ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബഹുമാനരായ സജ്ജനങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കാര്യമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഫെബ്രുവരി മാസം, ഈ മാസം അവസാനത്തെ ദിവസം 26-ാം തീയതി മഹാശിവരാത്രി ആഘോഷിക്കുന്ന സുദിനമാണ്. അപ്പോൾ ശിവരാത്രിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയും ചർച്ചയും. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഐതിഹ്യവും കഥയും ഒക്കെ പലർക്കും അറിയാമായിരിക്കും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കാമെന്ന് കരുതുക. അറിയാവുന്നവർക്ക് അത് ഓർമ്മ പുതുക്കലായിട്ട് കരുതണം എന്ന് അപേക്ഷിക്കുകയാണ്. കുംഭശിവരാത്രി എന്നും ശിവരാത്രിക്ക് പേരുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട രാത്രി, ശിവൻ്റെ രാത്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുംഭശിവരാത്രി കാരണം എന്താ? മലയാളത്തിൽ നമ്മൾ മലയാള മാസങ്ങളാണ് ചിങ്ങം കന്നി എന്ന് വിളിക്കുന്നതിൽ കുംഭമാസത്തിലാണ് ശിവരാത്രി വരുന്നത് എന്നുള്ളത് കൊണ്ട് കുംഭശിവരാത്രി എന്ന് പറയാറുണ്ട്. കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി വരുന്നത്. കൃഷ്ണപക്ഷ ചതുർദശി, ത്രയോദശി രാത്രി, പിറ്റേ ദിവസം ചതുർദശി വരുന്ന ദിവസം. അങ്ങനെയാണ് ശിവരാത്രിയുടെ ആ ദിവസം നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. അതിനൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. കഥയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതായത് ഒരിക്കൽ ദേവസ്ത്രീകളായിട്ടുള്ള കുറച്ച് കന്യകമാർ ഞങ്ങളുടെ ഭാരതഭൂമിയിൽ കൂടി അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് സഞ്ചരിച്ചു. അങ്ങനെ അവരുടെ യാത്രാമധ്യേ അവർ ദുർവാസാവിൻ്റെ ആശ്രമത്തിലെത്തി. ദുർവാസാവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം വിവരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയും. അദ്ദേഹത്തെ സ്നേഹിച്ച് ബഹുമാനിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ ദേവസ്ത്രീകൾ ഒരു വലിയ മനോഹരമായ മാല അദ്ദേഹത്തിന് ദാനമായിട്ട് കൊടുത്തു. അപ്പോൾ ഇത് കിട്ടി സന്തോഷമായി ദുർവാസാവ് ആ മാലയും അങ്ങനെ കൈപ്പിടിച്ച് നിന്നപ്പോൾ അതുവഴി വന്ന ദേവേന്ദ്രന് കൊടുത്തു. എനിക്ക് മഹർഷിയായിട്ടുള്ള ആൾക്ക് എന്തിനാണ് മാല എന്ന് വിചാരിച്ചിട്ട് ദുർവാസാവ് എന്ത് ചെയ്തു? ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ്റെ ഒരു രൂപഭാവം വർണ്ണന നിങ്ങൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടാവും. അതീവ സുന്ദരനാണ് ദേവേന്ദ്രൻ. മാത്രമല്ല ദേവന്മാരുടെ ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവാണ്. അപ്പോൾ ദേവലോകത്തെ ചക്രവർത്തിയായിട്ടുള്ള ദേവേന്ദ്രന് ഈ മാല കൊടുത്തു. അപ്പോൾ ദേവേന്ദ്രൻ്റെ പ്രത്യേകത, അദ്ദേഹം വലിയ സ്ത്രീകളുടെ കൂട്ട് വലിയ നീളമുള്ള മുടിയുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം. ഐരാവതം എന്ന് പറഞ്ഞ ആനയാണ്. അങ്ങനെ ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഈ മുടിയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി പിന്നിക്കെട്ടി മനോഹരമാക്കി അതിൽ പൂ ചൂടാം എന്ന് വിചാരിച്ച് ഈ ദുർവാസാവ് കൊടുത്ത മാല ഈ ഐരാവതത്തിൻ്റെ മസ്തകത്തിലേക്ക് വെച്ചിട്ട് പുറത്ത് കയറിയിരുന്ന് അതൊക്കെ മുടിയൊക്കെ ഒന്ന് മിനുക്കി തുടങ്ങി. അങ്ങനെ മിനുക്കി തുടങ്ങിയപ്പോൾ ഈ പുഷ്പങ്ങൾക്കൊരു പ്രത്യേക വലിയ സൗരഭ്യമുള്ള പുഷ്പങ്ങളായിരുന്നു. അതുപോലെ ധാരാളം തേൻ അതിനകത്തുള്ള പുഷ്പങ്ങളായിരുന്നു. അതീവ ശ്രേഷ്ഠമായ പുഷ്പങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് മാല കെട്ടിയാണ് ദുർവാസാവ് മഹർഷിക്ക് കൊടുത്തത്. ദുർവാസാവിന് വളരെ സന്തോഷമായിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ മാല ഇവിടെ ഈ മസ്തകത്തിൽ വെച്ച് അങ്ങനെ മുടി കെട്ടിയ സമയത്ത് ധാരാളം വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ ഈ മാലയെ ലക്ഷ്യമാക്കി വന്ന് ഈ ആനയുടെ മസ്തകത്തിലും മുഖത്തും എല്ലാം വന്നിങ്ങിരുന്നു. അങ്ങനെ വണ്ടുകളൊക്കെ കുത്താൻ തുടങ്ങി. ആനയ്ക്ക് അസഹ്യമായി തോന്നി. ദേഷ്യം വന്നിട്ടും ആനയ്ക്ക് വേദനിച്ചിട്ടും ആന എന്ത് ചെയ്തു? ഈ മാലയാണല്ലോ കാരണം, അതുകൊണ്ട് ഈ മാലയെടുത്ത് തുമ്പിക്കൈ കൊണ്ട് മാലയെടുത്ത് നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടി അരച്ചു. അപ്പോൾ വണ്ടും ചെള്ളും അതേ വന്നിരുന്ന ചിത്രശലഭങ്ങളും ഒക്കെ ദേഷ്യം കൊണ്ട് ചെയ്ത ആന അങ്ങനെ ചവിട്ടി അരയ്ക്കുന്നത് ദുർവാസാവ് മഹർഷി നേരിട്ട് കാണുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, ദേഷ്യമായി. ഇതെന്തോ കാര്യമാണ്, ഞാനൊരു സമ്മാനമായിട്ട് കൊടുത്ത ദേവേന്ദ്രൻ എൻ്റെ മുമ്പിൽ തന്നെ എന്നെ അപമാനിക്കുന്നല്ലോ എന്ന് പെട്ടെന്ന് ക്ഷിപ്രകോപിയാണല്ലോ. അപ്പോൾ ദുർവാസാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ശപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു, എന്നെ അപമാനിച്ച നീയും നിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ദേവകുലം മുഴുവനും, ആ കുലം മുഴുവനും ജരാനരകൾ ബാധിച്ച് നശിച്ചു പോകട്ടെ എന്ന് ഒരു വലിയ ശാപം കൊടുത്തു. ദേവേന്ദ്രൻ ഉടനെ ആ ദുർവാസാവ് മഹർഷിയോട് താണുകയാണ് അപേക്ഷിച്ചു. അടിയൻ അറിയാതെ ഒരു അപരാധം ചെയ്തു പോയതാണ്. ഇങ്ങനെ ആനയ്ക്ക് ഏറ്റ കുത്തിൻ്റെ ഫലമായിട്ട് ഈ വണ്ടുകളൊക്കെ കുത്തിയിട്ട് ദേഷ്യം വന്നിട്ടും അതിന് വലിയൊരു വിഷമമുണ്ടായിട്ടും ആന അങ്ങനെ ചെയ്തതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അവസാനം ദുർവാസാവിന് മനസ്സിലായി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ശാപമേറ്റു, ഇനി എന്താ ചെയ്യുക, ഒരു പരിഹാരം അങ്ങ് പറയണം എന്ന് പറഞ്ഞിട്ട് ദുർവാസാവിന് കാലിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ദുർവാസാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. മഹർഷി പറഞ്ഞു, എൻ്റെ വാക്കുകൾക്ക് ഇനി അതിനൊരു മാറ്റമില്ലാതെ സംഭവിക്കും, പക്ഷെ മാറ്റാനൊരു ഉപായം പറയാം. ഒരു ഉപാധിയുണ്ട്. എന്താ? പാലാഴി കടഞ്ഞ് അമൃത് കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും ഭുജിച്ചാൽ അമൃത് ഭുജിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ജരാതരകളൊക്കെ മാറി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. അപ്പോൾ അതിനൊരു ഉപായവും പറഞ്ഞു കൊടുത്തു. എന്താ ഉപായം? ദേവന്മാർ വന്ന് ഈ പാലാഴി കടയാൻ നോക്കി. അതിനുള്ള സൈന്യസന്നാഹം ദേവന്മാരുടെ ഇടയിൽ ശക്തിയില്ല.
അപ്പോൾ ആരോഗ്യവാന്മാരായിട്ടുള്ള അസുരന്മാരെ കൂടെ കൂട്ടുപിടിച്ചു. അങ്ങനെ അസുരന്മാരും ദേവന്മാരും സംയുക്തമായി പാലാഴി കടയാൻ തീരുമാനിച്ചു. പാലാഴി കടയുമ്പോൾ വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കയറായിട്ടെടുത്തു, മന്ദരപർവ്വതത്തെ കടകോലായിട്ടും സ്വീകരിച്ചിട്ട് അങ്ങനെ പാലാഴി കടഞ്ഞു. പാലാഴി കടഞ്ഞപ്പോൾ എന്താ വന്നത്? ആദ്യം വാസുകിയുടെ വായിൽ നിന്നും, സർപ്പത്തിൻ്റെ വായിൽ നിന്നും വലിയ സംഹാരശേഷിയുള്ള കാളകൂട വിഷമാണ്, ഹലാഹല വിഷം എന്ന് പറയും. ആ ഹലാഹല വിഷം വന്നപ്പോൾ ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോകും. ഇത് മറ്റൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ എല്ലാവരും അപ്രത്യക്ഷമായി, എല്ലാവരും ഒഴിഞ്ഞു മാറിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പരമശിവൻ നേരിട്ടത് കയ്യിലേക്ക് വാങ്ങി കയ്യിൽ വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? താൻ തന്നെ പാനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക്, വായിലേക്ക് ആ വിഷം അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരമശിവൻ ആ കാളകൂട വിഷം, അതീവ ഭീകരമായിട്ടുള്ള ആ വിഷം, മാരകമായ വിഷം ഭഗവാൻ പാനം ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഭഗവാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ആ വിഷമം കൊണ്ട് പാർവതീദേവി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ, കണ്ടത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോൾ താഴേക്ക് ഇറങ്ങാതെ പാർവതീദേവി വീണ്ടും ആ ബാക്കി വായിൽ നിന്ന് വെളിയിൽ വരാതിരിക്കാൻ ഭഗവാനും കൂടെയുള്ളവരും വായും പൊത്തിപ്പിടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടത്തിൽ കുടുങ്ങി ഒരു നീല നിറമായി, ഒരു മഴയായി മാറി. അതാണ് നീലകണ്ഠൻ എന്ന് പരമശിവന് പേര് വരാൻ കാര്യം. ഈ വിഷം, കാളകൂട വിഷം ഉള്ളിൽ ചെന്ന് അത് തൊണ്ടയിൽ തടഞ്ഞിരുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നും നമുക്കറിയാം, സർപ്പദംശമേക്കുന്ന ആളുകൾക്ക്, അതായത് പാമ്പ് കടിയേറ്റാൽ ആ ഭാഗം നീല നിറമായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഈ കാളകൂട വിഷം തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെ പരമശിവൻ ഈ വിഷം പുറത്തേക്കും അകത്തേക്കും പോകാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ അദ്ദേഹത്തെ ഒഴുകിയിരുന്നുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ബന്ധുജനങ്ങളും കൂട്ടുകാരും സഹചരായ ആളുകൾ എല്ലാവരും കൂടി നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെ ആട്ടവും പാട്ടും ഒക്കെയായി ഒരു രാത്രി മുഴുവൻ പരമശിവൻ ഉറങ്ങാതെ അദ്ദേഹത്തിന് ഈ സർപ്പവിഷം, ഈ മാരകമായ വിഷം അദ്ദേഹത്തിന് ഫലിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ദിവസമാണ് എന്നാണ് ഐതിഹ്യം. ഇതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യം. വേറെ ഐതിഹ്യം ഉണ്ടാവാം, നമ്മൾ അറിയപ്പെടുന്ന ഒരു ഐതിഹ്യമാണിത്. അപ്പം അങ്ങനെ ഹലാഹല വിഷത്തെ ധർമ്മസംരക്ഷണത്തിനായി ഭൂമിയും ഈ പ്രപഞ്ചവും അണ്ടകടാഹവും നശിച്ചു പോകാതിരിക്കാൻ ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാവരെയും സംരക്ഷിക്കാൻ, സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ ഭഗവാന്മാരൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സംരക്ഷണം എന്ന ദൗത്യം ഭഗവാൻ പരമശിവൻ നേരിട്ട് ഏറ്റെടുത്തു. അങ്ങനെ തൻ്റെ ജീവൻ അപായപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ ഉഗ്രമായ വിഷത്തെ പാനം ചെയ്ത ദിവസം അദ്ദേഹത്തിന് വിഷാംശമേൽക്കാതിരിക്കാൻ വേണ്ടി, ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുകയും ചെയ്ത് അദ്ദേഹം ഉറങ്ങാതെ കാത്തിരുന്നു. ആ സുദിനമാണ്, ആ ഓർമ്മ പുതുക്കലാണ് ശിവരാത്രി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? അന്ന് ഭക്ഷണം കഴിക്കാതെ, പരമശിവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും ഭക്ഷണം കഴിക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു രാത്രി പൂർണ്ണമായി വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തിരുന്ന ദിവസമാണ് ശിവരാത്രി. അപ്പോൾ ഇതിന് വേറെ ഐതിഹ്യം ഉണ്ടാവാം. നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. വേറെ ഐതിഹ്യം ഉണ്ടാവാം, വേറെ ചെറിയ ചെറിയ ഐതിഹ്യങ്ങൾ വേറെയും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഏത് ഉത്സവത്തെ സംബന്ധിച്ചും ഒന്നിലധികം അഭിപ്രായങ്ങളും ഒന്നിലധികം കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യമായി എനിക്ക് മുമ്പിൽ വെക്കാനുള്ളത്. എന്താണ് പരമശിവൻ? ആരാണ് പരമശിവൻ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിവരാത്രി വരുമ്പോൾ, ശിവരാത്രി ആഘോഷിക്കുമ്പോൾ, ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ, ശിവരാത്രിക്ക് നമ്മൾ ബലിയിടാൻ പോകുന്നവരുണ്ട്. അങ്ങനെ വ്രതമെടുത്ത് നോയമ്പ് നോറ്റ് ബലിയിടുന്ന ആളുകൾ, അതായത് 1000 ഏകാശിക്ക് അര ശിവരാത്രി എന്ന് പഴമക്കാർ പറയാറുണ്ട്. 1000 ഏകാദശിക്ക് വ്രതമനുഷ്ഠിച്ച് എടുക്കുന്ന വ്രതത്തേക്കാൾ അര ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവരാത്രിയുടെ ഒരു വ്രതത്തിൻ്റെ മാഹാത്മ്യം അത്ര പ്രാധാന്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശിവൻ ആരാണ്, ശിവകുടുംബം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം. ദേവാദിദേവൻ എന്നാണ് പരമശിവനെ വിളിക്കുക, അല്ലേ? ദേവാദിദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 ദേവന്മാർ, ത്രിമൂർത്തികളെ കുറിച്ച് നമുക്കറിയാം. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അവരുടെ ഡ്യൂട്ടിയുണ്ട്. ഓരോ ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടുള്ളതായിട്ട് നമ്മുടെ ഒരു മനസ്സിലൊരു ധാരണയുണ്ട്. എന്താണ്? ഒരാൾ സൃഷ്ടിക്കും, ബ്രഹ്മാവ് സൃഷ്ടിക്കും, മഹാവിഷ്ണു സംരക്ഷിക്കും, ശിവൻ എല്ലാത്തിനും നശിപ്പിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ധാരണ. ആ ധാരണയ്ക്ക് വിരുദ്ധമായൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ശിവൻ എന്ന് പറയുന്നത് നാശത്തിൻ്റെ ദേവനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാശത്തിൻ്റെ ദേവനായിട്ടാണ് നമ്മുടെയൊക്കെ ധാരണ. സർവവും സംഹരിക്കുന്ന സംഹാരമൂർത്തിയാണ് ശിവൻ എന്നത്. സംഹാരമൂർത്തിയല്ല, ഭഗവാൻ എന്താണ്? എല്ലാത്തിനെയും സംരക്ഷിക്കണ മൂർത്തിയാണ് എന്നുള്ളതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് ആരാണ് പരമശിവൻ എന്ന് ചോദിച്ചാൽ, സംഹാരമൂർത്തിക്ക് പകരം ഒരു പുതിയ പരിണാമത്തിൻ്റെ, പുതിയ ജനനത്തിൻ്റെ
അതിൻ്റെ നിയന്ത്രകനാണ്, അതിൻ്റെ കാരണഭൂതനാണ് ഭഗവാൻ. ഉദാഹരണമായിട്ട് നമ്മൾ കോഴിമുട്ട അടവെക്കും. കോഴിമുട്ട അടവെക്കുമ്പോൾ കുഞ്ഞുണ്ടാവും. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ മുട്ട അടവെച്ചിട്ടുള്ള അമ്മമാർ, നമ്മുടെ വീട്ടമ്മമാർക്ക് അത് കൃത്യം മനസ്സിലാവും. എത്ര മുട്ട വെച്ചോ അത്രയും കുഞ്ഞുങ്ങളുണ്ടായാൽ അത്രയും സന്തോഷമാണ് നമുക്ക്, അല്ലേ? അപ്പോൾ ഒരു മുട്ട കുഞ്ഞുണ്ടായില്ല, വിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് സങ്കടം, കാരണം ഒരു മുട്ട നഷ്ടപ്പെട്ടു പോയി. പക്ഷേ കുഞ്ഞുണ്ടായ സന്തോഷമാണോ നമ്മുടെ മനസ്സിലുണ്ടാവുക, അതോ മുട്ട നഷ്ടപ്പെട്ട ദുഃഖമാണോ നമുക്കുണ്ടാവുക? സാമാന്യഗതി നമുക്ക് മനസ്സിലാവും. അപ്പം മുട്ട നഷ്ടപ്പെട്ട സങ്കടം നമുക്കില്ല, കുഞ്ഞുണ്ടായ സന്തോഷമാണ്. അവിടെ ഒരു പരിവർത്തനം, ഒരു പരിണാമം വന്നിട്ടുണ്ട്. ആ നാശം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഒന്നിൻ്റെ നാശം അനിവാര്യമാണ്. ക്രിയാത്മകമായ നാശം വരുത്തുന്നതാണ് ശിവന്റെ തത്വം. അപ്പം മുട്ട നഷ്ടപ്പെടുത്തിയാൽ, മുട്ടയുടെ ആ തോട് നഷ്ടപ്പെട്ടാൽ അവിടെ ഒരു കുഞ്ഞുണ്ടാവും. അപ്പോൾ പുതിയ ജനനത്തിൻ്റെ കാരകനാരാ? പരമശിവനാണ്. അപ്പം പരമശിവൻ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാരകനാണ്, ഒരിക്കലും നാശത്തിൻ്റെ കാരകനല്ല. പുതിയ സൃഷ്ടിയുടെ കാരകനാണ് പരമശിവൻ. ഇതാണ് പരമശിവന്റെ തത്വത്തിൽ ഒന്നാമത്തെ ഒരു കാര്യം. ഇനി മറ്റൊന്ന്, ശിവൻ, പരമശിവൻ എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബത്തിൻ്റെ കുടുംബനാഥന, അല്ലേ? അവരെത്ര പേരാ ഉള്ളത്? പരമശിവൻ, ഭാര്യ പാർവതി ദേവി, അവർക്ക് 2 മക്കളുണ്ട്, സുബ്രഹ്മണ്യനും അതുപോലെ ഗണപതി ഭഗവാൻ. ഇവർക്കൊക്കെയും ഓരോരുത്തർക്കും പ്രത്യേകം വാഹനങ്ങളുണ്ട്. അങ്ങനെ ഇവർ 4 പേര്. അതുകൂടാതെ പരമശിവന്റെ കഴുത്തിൽ ഒരു സർപ്പം ഇങ്ങനെ എപ്പോഴും പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാം, അല്ലേ? സർപ്പത്തെ കയ്യിൽ കൊണ്ടുകിടക്കുന്ന, അത് ശരീരത്തിൽ കൊണ്ടുകിടക്കുന്ന, കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആളാണ് പരമശിവൻ, നമുക്കറിയാം. അപ്പോൾ സർപ്പം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ പരമശിവന്റെ വാഹനം എന്താ? കാളയാണ്. പാർവതി ദേവിയുടെ വാഹനം എന്താണ്? പാർവതി ദേവിയുടെ വാഹനം നേരെ തിരിച്ചും അതിന് വിപരീതമായിട്ടുള്ള സിംഹമാണ്, അല്ലേ? അപ്പോൾ സിംഹവും കാളയും തമ്മിൽ എന്താ? മിത്രവും ബന്ധുക്കളും ഒന്നും അല്ലല്ലോ. സിംഹവും കാളയും തമ്മിൽ പരമശത്രുതയിലാണ്. സിംഹത്തിൻ്റെ ഇരയാണ്, ഭക്ഷണമാണ് കാള. ഇനി മറ്റൊരാളുടെ വാഹനം നോക്കാം. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. മയില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാമ്പിനെയും എലിയെയും ഒക്കെ പിടിച്ചു തിന്നാനാണ്. അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള ഗണപതിയുടെ വാഹനം എലിയാണ്. ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്, പാർവതിയുണ്ട്, പരമശിവനുണ്ട്. അങ്ങനെ 4 കുടുംബക്കാരായിട്ടുള്ള ആളുകളും അവരുടെ വാഹനങ്ങൾ 4 എണ്ണവും 8. പിന്നെ ഒരെണ്ണം അതിന് പുറമെ അഡീഷണലായിട്ട് ഭഗവാന്റെ കഴുത്തിൽ സർപ്പവുമുണ്ട്. ഏത് നിമിഷവും ഈ സർപ്പത്തെ കൊത്തിയെടുക്കാൻ താല്പര്യമുള്ള ഒരു വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള മകൻ സുബ്രഹ്മണ്യൻ ഒരു ഭാഗത്ത്, അതേപോലെ തൻ്റെ സഹോദരനായിട്ടുള്ള ഗണപതിയുടെ വാഹനമായ എലിയെ ഏതു സമയത്തും ഭക്ഷണമാക്കാവുന്ന സർപ്പം കൂടെ നിൽക്കുന്നു പരമശിവന്റെ കഴുത്തിൽ. അതേപോലെ ഏതു സമയത്തും പാർവതീദേവിയുടെ വാഹനമായിട്ടുള്ള കാളയെ ഭക്ഷണമാക്കാവുന്ന സിംഹം പാർവതീദേവിക്കുള്ളപ്പോൾ ഇവരെങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ഇത്ര ശത്രു മിത്ര ഭാവനയെല്ലാം വിട്ട്, ശത്രുവിൻ്റെ ഭാവനയെ അവർക്കില്ല, ഒരു കുടുംബക്കാരായ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു തരത്തിലുള്ള അനൈക്യവുമില്ലാതെ, ഒരു സ്പർദ്ധയുമില്ലാതെ, ഒരു വിഭാഗീയ ചിന്താഗതികളുമില്ലാതെ ഒരു കുടുംബത്തിൽ ഐക്യത്തോടെ, ക്ഷേമത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് പരമശിവൻ എടുത്തു വയ്ക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഏറെ സിദ്ധിച്ചിട്ടുള്ള, ഹൈടെക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള കാലഘട്ടത്തിലെ മക്കളും മരുമക്കളുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ കുടുംബത്തെ നമ്മൾ മാതൃകയാക്കണ്ടേ? നമ്മുടെ വീട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുള്ളപ്പോൾ, ഏറെ വിദ്യാഭ്യാസം ലഭിക്കാത്ത അക്ഷരജ്ഞാനം കഷ്ടിയായിട്ടുള്ള, അഥവാ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ മാത്രം അറിയാവുന്ന രക്ഷിതാക്കൾ ഉള്ളപ്പോൾ അവരെ ഏതു ഭാവത്തിലാണ് എന്നെ ശ്രവിക്കുന്ന മക്കളായി നിങ്ങൾ കാണുന്നത് ഒന്ന് ഓർത്താൽ കൊള്ളാം. ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാവരും അങ്ങനെ എന്ന് അടച്ചാക്ഷേപിക്കുകയല്ല. കാലാന്തരത്തിൽ ഈ കലികാലത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റവും അപജയവും ജീർണതയും വളരെ വലുതായി സമൂഹത്തെ സ്പർശിക്കുന്നു, ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് വേദനയോടെയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത്ര വൈരുദ്ധ്യമുള്ള കുടുംബത്തിൽ അവർ വൈരുദ്ധ്യമില്ലാതെ സമന്വയീഭാവത്തോടെ ഒരുമിച്ച് ജീവിച്ച മാതൃക നമ്മുടെ മുമ്പിലേക്ക് പരമശിവൻ വെച്ചത് ഒരു സിംബോളിക്കായിട്ടൊരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം? അവിടെ IAS ഉണ്ടാകും, നിലത്തെഴുത്ത് മാത്രം പഠിച്ച സഹോദരനും ഉണ്ടാവും, മന്ദബുദ്ധിയായ ആളുണ്ടാവും, ഒരു തരത്തിലുള്ള വരുമാനമില്ലാത്ത ആളുണ്ടാവും, വയസ്സായ ആളുണ്ടാവും, രോഗം ബാധിച്ച ആളുണ്ടാകും. അങ്ങനെ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കുടുംബമായി, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ പരമശിവന്റെ കുടുംബത്തെ നമ്മൾ മാതൃകയാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും വാഹനത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാമായിരുന്നല്ലോ. ഗണപതിക്കോ സുബ്രഹ്മണ്യനോ മറ്റൊരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഭഗവാൻ പരമശിവൻ അങ്ങനെ കാണിച്ചിട്ടില്ല നമ്മുടെ മുമ്പിൽ. കാരണം എന്താ?
ഏത് രൂപത്തിൽ നോക്കിയാലും ശത്രുഭാവത്തിൽ ഇരയാക്കി ഭക്ഷിക്കാൻ ഭക്ഷണ സാധനമാക്കാവുന്ന വിധത്തിലുള്ള ആ വാഹനങ്ങളെ ഓരോരുത്തർക്കും കൊടുത്തിട്ട് പറയാണ് ഇവരെല്ലാവരും കുടുംബത്തിലൊരു വിശേഷമുണ്ടാകുമ്പോൾ, ഒരു പിറന്നാൾ ഉണ്ടാകുമ്പോൾ, ഒരു വീട്ടിലൊരു പ്രത്യേക അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് വരും. ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിലെ മക്കളായി ഒരുമിച്ചിരുന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കുന്നത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നതാണ്, മറ്റു വാഹനങ്ങളില്ലാഞ്ഞിട്ടല്ല. അപ്പം നമ്മുടെ മാതൃകയായി നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നത് ഇങ്ങനെ കുടുംബക്കാരായി നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. ഈ സമൂഹത്തോട് പറയുന്ന ആഹ്വാനമാണ്, സമൂഹത്തിന് തരുന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഈ ശിവരാത്രി നാളിൽ പരമശിവൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇത് നമ്മൾ മാതൃകയാക്കാൻ വേണ്ടി ഇത് കേട്ട് കഥയായി ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള ഒരു മാർഗമല്ല. അതുകൊണ്ട് ഇത് നമ്മൾ സ്വീകരിക്കേണ്ട മാതൃകയാണ്. ആ മാതൃക നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഈ മാതൃക നമുക്ക് അനുകരിക്കാവുന്ന ഏതും നല്ലത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലതിനെ നമ്മൾ സ്വീകരിക്കണം, ചീത്തയെ നമ്മൾ പുറമേക്ക് തള്ളിക്കളയണം. അതുകൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഭഗമുള്ളവൻ, ഐശ്വര്യമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അല്ലേ? ആ പരമശിവൻ, എന്തുകൊണ്ടാണ് പരമശിവനെ ഇത്ര പ്രാധാന്യം വരുന്നത് സമൂഹത്തിൽ നമ്മൾ പഠിക്കണം. എവിടെയാണ് പരമശിവൻ ഇരിക്കുന്നത്? പരമശിവന്റെ ഇരിപ്പിടം ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ്. എവിടെയാണ്? കൈലാസ പർവ്വതത്തിലാണ്. ഏറ്റവും ഉന്നതമായ ഒരു ഗിരിശൃംഗത്തിലാണ് ഭഗവാൻ നിവസിക്കുന്നത്. അതുകൊണ്ട് ആ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് മാത്രമല്ല ദേവാദിദേവൻ എന്ന് വിളിക്കുന്നത്. ദേവന്മാർ ത്രിമൂർത്തികളുടെ കഥ നമുക്കറിയാം. ത്രിമൂർത്തികൾ എപ്പോഴും എങ്ങനെയാണ്? അവരെ ഒരാൾ തപസ് ചെയ്താൽ അവരുടെ തപസ്സിന് മുമ്പിൽ പ്രത്യക്ഷമാകും. മഹാവിഷ്ണു ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക, അദ്ദേഹമാണെങ്കിലും ആരാണെങ്കിലും ദേവന്മാരെ എപ്പോഴും എങ്ങനെയാണ് പ്രീതിപ്പെടുത്താൻ തപസ് ചെയ്താൽ ആ തപസ്സിലെല്ലാം മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടുന്ന ചോദിക്കുന്ന വരങ്ങളൊക്കെ കൊടുക്കുന്നവരാണ്. അപ്പോൾ വരം കൊടുക്കാൻ ഇങ്ങനെ ഒരു ലുപ്തമില്ലാതെ ധാരാളമായിട്ട് വരങ്ങൾ കൊടുക്കും. വരങ്ങൾ കൊടുത്താൽ അതിൻ്റെ ദോഷങ്ങളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണം, നരകാസുരന് വരം കൊടുത്തു. നരകാസുരൻ എന്താ ചെയ്തേ? കൊടുത്ത ആളെ തന്നെ ഒന്ന് തൊട്ട് നോക്കാം, തൊട്ടാൽ മരിക്കുന്ന വരം കൊടുത്തു. അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇത് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ തന്നെ തയ്യാറായി. കൊടുത്ത ആളെ തന്നെ പരീക്ഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഉഗ്രമായിട്ടുള്ള ഒരുപാട് ദോഷങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അതേപോലെ ദാരികനെ വധിക്കാൻ, ദാരികൻ ഉണ്ടായി, ദാരികനെ വധിക്കണം. എന്ത് ചെയ്യണം? എല്ലാ ദേവന്മാരും കൂടെ കമ്മിറ്റി കൂടി. ആരാണ് ദാരികനെ വധിക്കാൻ പോകുന്നത്? ആർക്കും ആരാലും സാധ്യമല്ല. അതുപോലെ വരങ്ങൾ ലഭിച്ചിട്ടുള്ള ആ വരത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ദാരികനെ വധിക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. അപ്പം എല്ലാവരും കൂടി പരമശിവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദാരികനെ കൊണ്ട് ശല്യം മൂത്തു, നിങ്ങളോ ഞാനോ മറ്റൊരാളോ പോയാൽ സാധ്യമല്ല. അതുകൊണ്ട് പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ, ഒരു വലിയ സംഹാര ശേഷിയുള്ള ഒരു അവതാരത്തെ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും വീരഭദ്രൻ കൊടുങ്കാളിയെ സൃഷ്ടിക്കുകയാണ് അല്ലേ? എല്ലാ കൈകളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഭദ്രകാളി ദേവി പ്രത്യക്ഷപ്പെട്ടു, ദാരികനെ വധം ചെയ്തു. ഒക്കെ നമുക്ക് കഥയറിയാം. അങ്ങനെ ദാരിക വധം ചെയ്തു കഴിഞ്ഞ് ആ ദാരികന്റെ ആ ദേഷ്യം, അത് കഴിഞ്ഞിട്ട് വരുന്ന ഭദ്രകാളി, ദാരിക വധം കഴിഞ്ഞ് വരുന്ന ആ ഭദ്രകാളി ദേഷ്യം അടക്കാനും പരമശിവൻ തന്നെ വേണം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം സമൂഹത്തിൽ ഉണ്ടായാൽ പ്രശ്ന പരിഹാരത്തിന് ദേവന്മാരെ ആശ്രയിച്ചിരുന്നത് പരമശിവനെയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അത് മഹാവിഷ്ണുവിൻ്റെ അടുത്തോ ബ്രഹ്മാവിൻ്റെ അടുത്തോ അല്ല പോകുന്നത്. വരമൊക്കെ അവർ കൊടുക്കും, ബ്രഹ്മാവും കൊടുക്കും, മഹാവിഷ്ണുവും കൊടുക്കും. പക്ഷേ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ അവരെ ഹൈപ്പവർ കമ്മിറ്റി കൂടി അതിന് നിയോഗിക്കുന്ന ആള് അവസാന തീരുമാനം പരമശിവൻ്റെതാണ്. അതുകൊണ്ടാണ് ദേവാദിദേവൻ എന്ന് ഞാൻ വിളിച്ചത്. ഞാൻ വിളിക്കുന്നതല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷണമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കണേ. ആ ഉന്നതമായ സ്ഥാനത്തിന് അർഹതയുണ്ട്. ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുവാൻ, ആധ്യാത്മികമായി ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ആ പരമശിവ തത്വത്തെ, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ബാദരായണ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഇങ്ങനെയല്ലേ നമ്മൾ ഗുരുവിനെ വന്ദിക്കുക. അപ്പോൾ സദാശിവ സമാരംഭം ആരംഭിക്കുന്ന ഇവിടെ സദാശിവനിൽ നിന്നാണ്, പരമശിവനിൽ നിന്ന് ആരംഭിക്കുന്നത്. സദാശിവ സമാരംഭം എന്ന് തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോൾ ആ ഗുരുവന്ദനത്തിൽ പോലും പരമശിവനെയാണ് നമിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ശിവതത്വം എന്ന് പറയും. എല്ലാറ്റിലും അടങ്ങിയിട്ടുള്ളത് ശിവമഹിമയാണ്, ശിവതത്വമാണ്. ശിവമയം പോയാൽ അതിന് പറയും നമ്മൾ ശവമയം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അതിന് ജഡമാണ് എന്ന് പറയുമ്പോൾ അത് ശിവമയമില്ലായ്മയാണ്. അവിടെ ശിവമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടായിരുന്നു.
ശിവമയമില്ലാത്തതൊക്കെയും ശവമയമായി മാറും. അങ്ങനെയുള്ള പരമശിവനിലേക്ക് എത്തുവാൻ നമുക്ക് ഈശ്വരന്മാര്, നമ്മുടെ മഹർഷീശ്വരന്മാർ വഴികൾ കാണിച്ചിട്ടുണ്ട്. ധാരാളം അതിനുണ്ട് ഉദാഹരണങ്ങൾ പുരാണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? വലിയ ഉന്നതമായ പടിക്കെട്ടുകൾക്ക് മുകളിൽ നിങ്ങൾക്ക് കയറി ചെന്നാൽ ആ പരിശുദ്ധമായ പദവിയിലേക്ക് ഭഗവാനെ കാണാം എന്നല്ല, പരമശിവ പദത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താൻ പറ്റും, ഉയരാൻ പറ്റുമെന്ന് മാതൃകാപരമായ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പൂർവികരായ മഹർഷീശ്വരന്മാർ കാണിച്ചു തന്നിട്ടുള്ള തത്വശാസ്ത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പദ്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഭക്തിയോടെ പാടുന്നതാണ്. അതിനകത്ത് ചൊല്ലുന്നുണ്ട്, എന്താ, വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ആ പഞ്ചാക്ഷരി കീർത്തനത്തിൽ അവസാനം പറയുന്നൊരു ഭാഗമുണ്ട്. എന്താ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ, ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ, ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന നകാരം നമശിവായ എന്ന 5 അക്ഷരങ്ങൾ ആദ്യാക്ഷരമായി തുടങ്ങുന്ന ആ കീർത്തനത്തിൽ ഇടയിൽ പറയുന്ന ആ ശ്ലോകത്തിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. എവിടെ? വൈക്കത്തപ്പന്റെ നടയിൽ ചെന്ന് കഴിയുമ്പോൾ ശ്രീകോവിലിന്റെ അങ്ങോട്ട് കയറാൻ 6 പടികൾ ഉണ്ട് എന്ന ഭൗതികമായ പ്രത്യക്ഷമായ നമുക്ക് കാണാവുന്ന പടികളെക്കുറിച്ചല്ല ഇതിനകത്ത് വിവരിച്ചിട്ടുള്ളത്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ, എവിടെ? വൈക്കത്തെ തിരുനടയിൽ ചെല്ലുമ്പോൾ എന്നാണ്. വൈക്കത്തപ്പനെ ഉദ്ദേശിച്ചാണ്. വൈക്കത്തപ്പൻ ആരാ? സാക്ഷാൽ പരമേശ്വരനാണ്. ആ പരമശിവ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുവാനും പരമശിവനായിത്തീരുവാനും, അതായത് സാക്ഷാൽ ജഗദീശ്വരനായിത്തീരുവാൻ ആ ഈശ്വര പദത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാനുള്ള 6 പടികളെ കുറിച്ചാണ് ഇതിനകത്ത് നമുക്ക് യോഗീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ തപസ്സനുഷ്ഠിക്കുമ്പോൾ, സാധനയനുഷ്ഠിക്കുമ്പോൾ, നമുക്ക് സാധനയുടെ നിരന്തരമായ തപസ്സിൻ്റെ സാധനയുടെ ഫലമായിട്ട് സാധനയുടെ എവിടെ എത്താൻ പറ്റും? ഈ 6 പടിയും കടന്ന് ഏറ്റവും ഉന്നതമായ പദത്തിലേക്ക്, കൈലാസത്തിൽ നിവസിക്കുന്ന പരമശിവനിലേക്ക് വിലയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് സാധാരണക്കാർക്കും സാധിക്കുന്ന തത്വശാസ്ത്രത്തെ സിമ്പിളായിട്ട് നമുക്ക് കവിതാ ശ്ലോകങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന സുഷുമ്ന, ഇടാ, പിങ്കള നാടുകളിൽ കൂടി കടന്ന് മുകളിലേക്ക് പോകുന്ന കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി ചൈതന്യം നമ്മുടെ മൂലാധാരത്തിൽ നിവസിക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തെ നിരന്തരമായ സാധനയുടെ, പ്രാർത്ഥനയുടെ, അനുഷ്ഠാനങ്ങളുടെ ഉയർത്തി 6 പടികൾ കടക്കണം. ഓരോ ചക്രങ്ങൾ എന്നാണ് അതിന് പേര്. മൂലാധാര ചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇങ്ങനെ 6 ചക്രാധാരങ്ങൾ, ചക്രാധാരം എന്നാണ് പേര്. 6 പടികളാണ് ഇതൊക്കെ. ആ ചക്രാധാരങ്ങൾ കടന്ന് എവിടെ എത്തണം? സഹസ്രാര പത്മത്തിലെത്തണം. 1000 സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, പത്മം എന്ന് പറഞ്ഞാൽ താമര. 1000 ഇതളുകളുള്ള താമരയ്ക്കകത്തു വസിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. നമ്മളത് കാണാൻ പറ്റുമെന്നല്ല. നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഗുരുവായൂരപ്പനെ കാണാം, ശബരിമലയിൽ എത്തിയാൽ ധർമ്മശാസ്താവിനെ കാണാം എന്ന് പറയുന്നത് പോലെ ഇവിടെ എത്തിയാൽ പരമശിവൻ ഇരിക്കുന്നത് കാണാമെന്നല്ല, സാക്ഷാൽ പരമശിവ തത്വത്തിലേക്ക്, ആ ആധ്യാത്മികമായ ഉയർച്ചയിലേക്ക് എത്തിച്ചേർന്ന് അവസാനം എന്താ? ഈശ്വര പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പൂജ്യത്തിൽ നിന്നും പൂജനീയമായ സ്ഥാനത്തേക്ക്, നരനിൽ നിന്നും നാരായണ പദത്തിലേക്ക്, നാരിയിൽ നിന്നും ലക്ഷ്മി പദത്തിലേക്ക് നമ്മെ കൈപിടിച്ചേർത്തുന്ന ഏറ്റവും മഹത്തരമായ തത്വശാസ്ത്രത്തെയാണ് സിമ്പിളായി നമ്മുടെ മുമ്പിൽ ഈ പടികളായി അവതരിപ്പിച്ചത്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അവിടെ ഭഗവാൻ ഇരിക്കുന്ന കാണാമെന്ന് മാത്രമല്ല, ശിവതത്വമായി, ശിവമയമായി മാറും. സർവം ശിവമയം. അതുകൊണ്ട് ആ ശിവമയമായി തീരുവാൻ നമുക്ക് സാധാരണക്കാരനും സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ, നിരന്തരമായ സാധനയിലൂടെ തെളിയിച്ചിട്ടുള്ള ധാരാളം മഹാത്മാക്കൾ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. നമ്മൾ അതിനെയൊക്കെ പല പേരുകളിലാണ് വിളിക്കുന്നത്. അതിനൊക്കെ അവതാരം എന്ന് പേര് കൊടുത്താൽ ചിലപ്പോൾ ആൾദൈവം എന്ന് വിളിച്ച് നമ്മളെ കളിയാക്കും. പക്ഷേ സത്യം അതാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കലികാലത്തിൽ പോലുമുണ്ട്. പൂർവികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള കഥയാണെന്നും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതാണോ എന്ന് അറിയത്തില്ല, ഇതിന് ചരിത്രപരമായ പിൻബലമില്ല എന്നൊക്കെ പറയുന്ന
ഉൽപ്പതിഷ്ണുക്കളായ ആളുകളോട് വിനീതമായി പറയുകയാണ്, ഇത് ഇന്നും തുടരുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണണം. കണ്ണ് തുറന്ന് കണ്ടാൽ ഇന്നും ഈ പ്രക്രിയ ഈ സനാതനധർമ്മത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ ശൃംഖല പോലെയാണ്. അപ്പോൾ പരമശിവന്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ 6 തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 6 പടികളിൽ കൂടി സാധനാനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് എവിടെ എത്താം? പരമശിവ തത്വത്തിലേക്ക്, പരമശിവനായി തീരുവാൻ, ആ പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹം എന്താ? ജനിച്ച ഓരോ മനുഷ്യനും മരണമുണ്ട്. പക്ഷേ അതെവിടേക്കാണ്? വീണ്ടും ജനിക്കാൻ വേണ്ടിയല്ല നമ്മൾ മരിക്കേണ്ടത്. നമ്മൾ എന്താകണം? പരമശിവനായി തീരണം. ആ പരമാത്മ ചൈതന്യത്തിലായി എത്തിച്ചേരാൻ സാധിക്കണം. അതുകൊണ്ട് രണ്ടും രണ്ടല്ല. അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്ന അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിച്ച് ഒരിക്കലും പിന്നീട് ജനന മരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ പ്രാപ്തമാക്കണേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ധ്യാനാമം ജപിക്കുന്നവരല്ലേ നമ്മൾ? സന്ധ്യാനാമം ജപിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എന്താ അതിൻ്റെ അർത്ഥം? രാമപാദം ചേരണം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പാദത്തിലേക്ക് നമ്മൾ വീഴണം എന്നാണോ? അങ്ങനെയല്ലല്ലോ. അതിന് പ്രത്യക്ഷമായ അർത്ഥം അതല്ല. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. മുത്തശ്ശിമാര് എത്രയോ കാലമായി നിലവിളക്ക് കൊടുത്തി പവിത്രമായ നമ്മുടെ വീടിന് മുമ്പിലിരുന്നു കൊണ്ട് അടിച്ചു തെളിച്ച് ശുദ്ധമാക്കിയ ആ തറയിൽ ഉമ്മറത്തിരുന്നു കൊണ്ട് മുത്തശ്ശിമാർ ജപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കാരണവന്മാർ നമ്മളും ജപിക്കുന്ന, ഇന്നും ജപിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യാനാമമാണ് രാമപാദത്തിലേക്ക് ചേരണേ, ഭഗവാനായി തീരണമേ, ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ മരിക്കണം എന്നാണോ? അങ്ങനെയാണ് ഒരു മുത്തശ്ശിമാരും ഇനി തൊട്ട് ആ പ്രാർത്ഥന ഒരു പക്ഷേ ചൊല്ലാൻ, അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഒരു പക്ഷേ ചൊല്ലും. മരിക്കുമ്പോഴല്ലേ അങ്ങോട്ട് എത്തുക. അപ്പോൾ എൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിമാർ എന്ത് പറയും? അർത്ഥം മാറ്റി ജപിച്ചാൽ രാമപാദം ചേരണ്ട മുകുന്ദ രാമ പാഹിമാം എന്ന് പുതിയ സന്ധ്യാനാമം ആരെങ്കിലും ചൊല്ലുവോ? ഇല്ല. അപ്പോൾ എന്തായി തീരണം? നമുക്ക് വീണ്ടും ഇങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ച്, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ഭൗതികമായ ഈ അണ്ടകടാഹത്തിലേക്ക് വീണ്ടും മനുഷ്യരൂപത്തിൽ വന്നു പിറക്കാൻ, ഒരു രൂപത്തിലും വന്ന് പിറക്കാൻ ഇടയാവാത്ത തരത്തിൽ എന്നെ അങ്ങോട്ട് ചേർക്കണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. എങ്ങോട്ട്? അത് സിംബോളിക്കായി ശ്രീരാമന്റെ പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാമപാദം ചേരണേ എന്ന് പറഞ്ഞാൽ ഭഗവത് പാദത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ എന്നാണ്. നമ്മൾ സായുജ്യം കൊടുക്കും. മരണപ്രാർത്ഥനയൊക്കെ നടന്ന സമയത്ത് വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആചാര്യന്മാർ പറയും, എന്നാ പരേതാത്മാവിനേക്കണം, പരേതാത്മാവിന് ആത്മശാന്തി ഉണ്ടാവണം, അവിടത്തേക്ക് ചേർക്കണേ എന്നാ പ്രാർത്ഥിക്കുക. ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കാൻ. എവിടുന്നാ വന്നത്? നമ്മുടെ തറവാട് എവിടെയാ? ആ പരംധാമം, ആ പരമാത്മാവിന്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് ആ പരംധാമത്തിന്, പരമാത്മാവിന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുള്ള നമ്മൾക്കൊക്കെയും ആഗ്രഹം നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നാ അല്ലേ? ആ തറവാട് എവിടെയാ? പരംധാമത്തില, പരമാത്മാവില. ആ പരമാത്മാവിലേക്കുള്ള നമ്മുടെ യാത്രയാണ് നമ്മുടെ ജീവിതയാത്ര. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ ആയുസ്സും കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് അടുക്കുകയാണ്. അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വയസ്സാകുമ്പോൾ ഭക്തി കൂടി വരുന്ന ആളുകൾക്ക് അല്ലേ. കൊച്ചുകുട്ടിക്ക് ഭക്തി ഉണ്ടാവും ഇല്ലാന്നല്ല, അത് അപൂർവമായിട്ട്. പക്ഷെ വളരും തോറും മെല്ലെ ആ ഭഗവത് ചൈതന്യത്തിലേക്ക് എത്താനുള്ള ഒരു ആകാംക്ഷ, ഒരു ത്വര, അത് നമ്മുടെ നൈസർഗികമായി നമ്മുടെ ഈ മനുഷ്യന്റെ വികാര വിചാരങ്ങളിലേക്ക് അറിയാതെ കണ്ട് പ്രവഹിക്കപ്പെട്ടുള്ള ഒന്നാണെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും അങ്ങനെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമല്ലോ. ഒരു 99.99% ആളുകൾക്കും 99% ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ്. അപ്പോൾ ഭക്തിയാകുന്ന വികാരത്തിലൂടെ, ക്ഷേത്രമാകുന്ന ഉപാധിയിലൂടെ, ആചാരാനുഷ്ഠാനങ്ങളാകുന്ന ഉപകരണങ്ങളിലൂടെ നമ്മളെ ധർമ്മത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ ആചാരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ശിവരാത്രിയായിട്ടും ഒക്കെ ആചരിക്കുന്നത്. ഒരുപാട് ആചാരങ്ങളുണ്ട്, അതിലൊന്നാണ് ശിവരാത്രി. അപ്പം അതിൻ്റെ മാഹാത്മ്യവും മഹത്വവും ഇത്ര വലുതാണ്. അതുകൊണ്ട് നമ്മെ എവിടേക്ക് എത്തിക്കും? സീറോയിൽ നിന്നും, പൂജ്യത്തിൽ നിന്നും പൂജനീയമായ സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് ആചാരങ്ങളൊക്കെയും ആചാര്യന്മാർ തന്നിട്ടുള്ളത്. ആചാരാൽ ന ലംഘയൽ, ആചാരം ലംഘിക്കുവാനുള്ളതല്ല, ആചാരം പാലിക്കുവാനുള്ളതാണ്. ആചാരം ലംഘിച്ചവർക്കൊക്കെ കടുത്ത ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ പുരാണങ്ങളിൽ കണ്ണോടിച്ചാൽ ധാരാളം ഉദാഹരണങ്ങളും കഥകളുമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ ശിവരാത്രി നാളിൽ എല്ലാവരും ഉറക്കമൊഴിച്ചിരുന്ന് ഭഗവാനെ ഭജിക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് ഭജിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ധാരാളം ക്ഷേത്രങ്ങൾ പണിത ഈ ആധുനിക കാലഘട്ടത്തിൽ വിപ്ലവകരമായ മാറ്റം, പരിവർത്തനം, വിപ്ലവം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കൽ നല്ലല്ലോ അർത്ഥം, വലിയ പരിവർത്തനം പെട്ടെന്നുണ്ടാകുന്നതിനാണല്ലോ വിപ്ലവം എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ മനസ്സിലാവും.
അങ്ങനെ വലിയ വിപ്ലവം നടത്തി ക്ഷേത്രകാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും കൂടി അലിഞ്ഞിരുന്നൊരു സമൂഹത്തെ അതിൽ നിന്നും വിമുക്തമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഹൈന്ദവ സമാജത്തെ, ഹിന്ദു സമാജത്തെ, സനാതനധർമ്മത്തെ സർവോത്കൃഷ്ടമാക്കുവാൻ വേണ്ടി, സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലേക്ക് ആക്കുവാൻ വേണ്ടി ജന്മമെടുത്ത, അവതാരമെടുത്ത ആളുകൾ, അത് ദശാവതാരം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു, ഓരോ അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് വന്ന ശ്രീനാരായണ ഗുരുദേവൻ പോലും എന്തുകൊണ്ടാണ് ശിവനെ പ്രതിഷ്ഠിച്ചത് എന്ന് നമ്മൾ ചോദ്യചിഹ്നമായി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, മനസ്സിലാവും. അദ്ദേഹം വിനായക അഷ്ടം എഴുതിയപ്പോഴും അതുപോലെ അഷ്ടകങ്ങൾ ധാരാളം എഴുതിയപ്പോഴും പുസ്തകങ്ങളും ധാരാളം കൃതികളും ഈശ്വരവന്ദനങ്ങളായി ധാരാളം നമുക്ക് തന്നിട്ടുള്ളപ്പോൾ ധാരാളം പ്രതിഷ്ഠകൾ നടത്തിയപ്പോൾ ആദ്യമായി പ്രതിഷ്ഠിച്ചതും ശ്രീനാരായണ ഗുരുദേവനും പ്രതിഷ്ഠയായി കണ്ടെത്തിയത് പരമശിവന്റെ പ്രതിഷ്ഠയായിരുന്നു. അരുവിപ്പുറത്ത് 1888 മഹത്തായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്ന വിപ്ലവകരമായ പരിവർത്തനം, ശിവനെ പ്രതിഷ്ഠിക്കാൻ നല്ല ക്ഷേത്രത്തിൽ പോകാൻ പോലും അംഗീകാരമില്ലാതിരുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്കതിന് പ്രാപ്തിയുണ്ട്, നിങ്ങളും ഈശ്വര തുല്യരാണ്, മനുഷ്യരല്ല, നിങ്ങളും ഈശ്വരന്മാരാണ്, എല്ലാവരും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്, എല്ലാവരും ഈശ്വരന്മാരാണ്, നിങ്ങളും ഈശ്വരന്മാരാണെന്ന് അന്നത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ശിവന്റെ പ്രതിഷ്ഠ നടത്തിയത്. ഗണപതിയല്ല പ്രതിഷ്ഠിച്ചത്. നമ്മൾ വന്ദന ശ്ലോകം ചെല്ലുമ്പോൾ ആദ്യം ഒരു ഭജനയ്ക്ക് പോയി ആദ്യം പാടുന്നത് ഒരു പക്ഷേ ഗണപതി ആയിരിക്കും. ഏത് സ്ഥലത്തും ഗണപതി പൂജയാണ് ആദ്യം തുടങ്ങുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം ഈ പരമശിവനെ തന്നെ പ്രതിഷ്ഠിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ദേവാദിദേവനാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് പ്രശ്നമുണ്ടായാൽ പരിഹരിക്കുന്ന ആ ഉത്തമമായ ഉത്തുംഗമായ ആ ശൃംഗത്തിലിരിക്കുന്ന ഭഗവാനെ പോലും പൂജിക്കാൻ മാത്രമല്ല പ്രതിഷ്ഠിക്കാനും ഓരോരുത്തർക്കും അവകാശവും അധികാരവും ഉണ്ടോയെന്ന് വളരെ തത്വാധിഷ്ഠിതമായി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു വലിയ സങ്കല്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. അതുകൊണ്ട് പരമശിവന്റെ തത്വം ഇത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആധുനിക കാലഘട്ടത്തിലെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ഉദാഹരണം കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ശിവരാത്രി നാളിൽ എല്ലാവരും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിയുന്നത്ര മുഴുവൻ ആളുകളും ആ ശിവരാത്രിയുടെ ആ വ്രതം നോറ്റുകൊണ്ട്, ഭക്ഷണം കഴിക്കാതെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ശിവരാത്രി നാളിൽ എല്ലാവരും പറ്റുമെങ്കിൽ മന്ത്രം ജപിച്ചുകൊണ്ട്, പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ശക്തി അത്ര വലുതാണ്, ആ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന ആ പഞ്ചാക്ഷരി മന്ത്രം നമ്മുടെ നാവുകളിൽ നിന്നും അങ്ങനെ ഉതിർന്നു വീണ് നമ്മുടെ ആ പ്രദേശത്ത്, നമ്മൾ ഇരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ശക്തി ചൈതന്യം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വീടുകളിലാണെങ്കിൽ വീടുകളിൽ നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടി ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ, കുടുംബത്തിലാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മഹാശിവരാത്രിക്ക് എല്ലാവിധത്തിലുള്ള മംഗളാശംസകളും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും പരമേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ശിവരാത്രിയുടെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഹരിയോ.